അഞ്ചിലൊരു പുരുഷനെ വരെ ബാധിക്കുന്ന പുരുഷവന്ധ്യതയുടെ 40% കേസുകളിലും കാരണമായ ഒരവസ്ഥയെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഈ അവസ്ഥയെ വെരിക്കോസീൽ എന്ന് വിളിക്കുന്നു. ഇത് എന്താണെന്നും അതെങ്ങനെ നിങ്ങളുടെ ശരീരത്തെ ദോഷകരമായി ബാധിക്കുമെന്നും ഏറ്റവും പ്രധാനമായി അതിനെതിരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നും നമ്മൾ ഇന്ന് വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ മിഥുൻ, ആരണ്യ ആയുർവേദയുടെ ചീഫ് ഫിസിഷ്യൻ ആണ്. അപ്പോൾ എന്താണ് ഈ വെരിക്കോസീൽ? ഇത് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത്, നമ്മുടെ കാലുകളിൽ കാണുന്ന വെരിക്കോസ് വെയിൻ പോലെ തന്നെ നമ്മുടെ വൃഷണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രോട്ടൽ ബാഗിൽ കാണുന്ന വെരിക്കോസ് വെയിൻ പോലെ ഒരു അവസ്ഥയാണ് ഇത്. വൃഷ്ണസഞ്ചിക്കുള്ളിലുള്ള പാംനിഫോം പ്ലെക്സസ് എന്നറിയപ്പെടുന്ന സിരകളുടെ ഒരു ശൃംഖലയുണ്ട്. ഇവയുടെ ജോലി ഓക്സിജൻ കുറഞ്ഞ രക്തം വൃഷണത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക എന്നതാണ്. ഈ വാൽവുകൾ തകരാറിലാകുമ്പോൾ രക്തം ശരിയായ രീതിയിൽ പുറത്തേക്ക് ഒഴുകുന്നില്ല. അത് കെട്ടിക്കിടക്കാൻ തുടങ്ങുകയും സിരകൾക്ക് വീക്കവും വലുപ്പവും ഉണ്ടാക്കുന്നു. ഇതാണ് വെരിക്കോസീൽ. ഇത് വളരെ സാധാരണയായ ഒരവസ്ഥയാണ്. ഏകദേശം 15 മുതൽ 20% പുരുഷന്മാരിലും ഇത് കാണപ്പെടുന്നു. ഇത് സാധാരണയായി കൗമാരപ്രായക്കാരിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ഇടതുവശത്താണ് ഇത് കൂടുതലായും കാണപ്പെടുന്നത്. എന്നാൽ ഇതിനെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ശത്രു ആക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മിക്കപ്പോഴും ഇതിന് വേദന ഉണ്ടാകില്ല എന്നാണ്. ഒരു പുരുഷന് പതിറ്റാണ്ടുകളോളം വെരിക്കോസ് വെയിൻ ഉണ്ടായിട്ടും അത് അവിടെ ഉണ്ടെന്ന് അറിയണമെന്നില്ല. അതുകൊണ്ടാണ് ദമ്പതികൾ വന്ധ്യതയുടെ കാരണങ്ങൾ തേടുമ്പോൾ മാത്രം ഇത് പലപ്പോഴും കണ്ടെത്തുന്നത്. ഇത്തരം പുരുഷന്മാരുടെ കണക്ക് വളരെ കൂടുതലാണ്. ഏകദേശം 5-ൽ 1 പുരുഷന് ഇത് ഉണ്ടാകാമെങ്കിലും പ്രാഥമിക വന്ധ്യത അനുഭവിക്കുന്ന പുരുഷന്മാർ 40% പേരിലും വെരിക്കോസ് വെയിൻ കാണപ്പെടുന്നു. ഇതെങ്ങനെയാണ് നിങ്ങളുടെ പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കുന്നത് അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിക്ക് എങ്ങനെയാണ് കാരണമാകുന്നതെന്ന് നമുക്ക് നോക്കാം. വിങ്ങിയ സിരകളുടെ ഈ കെട്ട് എന്തിനാണ് ബീജോൽപാദനത്തിന് ഇത്ര ദോഷകരമാകുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വൃഷണങ്ങൾ പ്രവർത്തിക്കാൻ എന്താണ് വേണ്ടതെന്ന് നമ്മൾ അറിയണം. ആരോഗ്യകരമായ ബീജ ഉൽപാദനം അല്ലെങ്കിൽ സ്പെർമാറ്റോജെനിസിസ് വളരെ സങ്കീർണമായ ഒരു പ്രോസസ്സാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് താപനില നിയന്ത്രണം. വൃഷണങ്ങൾ ശരീരത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്നതിന് ഒരു ലളിതമായ ഒരു കാരണമുണ്ട്. ബീജം ശരിയായി ഉൽപ്പാദിപ്പിക്കാൻ അവയ്ക്ക് ശരീരത്തിന് താപനിലയേക്കാൾ അല്പം തണുപ്പ് വേണം. ഇവിടെയാണ് വെരിക്കോസീൽ ഒരു വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. പ്രധാന പ്രശ്നം ചൂടാണ്. കെട്ടിക്കിടക്കുന്ന രക്തം വൃഷണസഞ്ചിയിലെ താപനില വർദ്ധിപ്പിക്കുന്നു. ഇതൊരു ഉയർന്ന പ്രകടനമുള്ള കമ്പ്യൂട്ടർ ഒരു നീരാവിക്കുള്ള മുറിയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. അത് ശരിയായി പ്രവർത്തിക്കില്ല. അധിക ചൂട് ബീജോൽപാദനത്തെ തടസ്സപ്പെടുത്തുന്നു. എന്നാൽ അത് മാത്രമല്ല, കെട്ടിക്കിടക്കുന്ന രക്തം കാരണം അവിടെ ഓക്സിജൻ കുറയുകയും വിഷവസ്തുക്കൾ അടിഞ്ഞുകൂടുകയും ചെയ്യുന്നു. ഈ വിഷലിപ്തമായ അവസ്ഥയെ ശാസ്ത്രജ്ഞന്മാർ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നാണ് പറയുന്നത്. പ്ലാസ്റ്റിക്, കീടനാശിനികൾ എന്നിവയിൽ കാണുന്ന എൻഡോക്രൈൻ ഡിസ്ട്രക്റ്റീവ് കെമിക്കൽസ്, EDCS പോലുള്ള പാരിസ്ഥിതിക ഘടനകൾ മൂലമുണ്ടാകുന്ന അതേ തരം നാശമാണിത്. പുരുഷന്മാരിലെ പ്രത്യുൽപാദന ക്ഷമത കുറയുന്നതിൽ മറ്റൊരു കാരണമായിട്ട് ഈ രാസവസ്തുക്കളെ സംശയിക്കുന്നു. അവ സമാന രീതിയിലാണ് നാശമുണ്ടാക്കുന്നത്. ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ബീജങ്ങളെ നേരിട്ട് ആക്രമിക്കുകയും അവയുടെ DNA നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നിർണായകമായ ഒരു പ്രഹരമാണ്. കാരണം മോശം DNA ഉള്ള ബീജങ്ങൾക്ക് ഒരു അണ്ഡത്തെ ബീജസങ്കലനം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ അടി നടത്തുന്നത് ഹോർമോണുകളാണ്. വൃഷണങ്ങൾ ബീജം മാത്രമല്ല ടെസ്റ്റോസ്റ്ററോണും ഉൽപ്പാദിപ്പിക്കുന്നു. വെരിക്കോസീലുള്ള പുരുഷന്മാരിൽ പലപ്പോഴും ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കുറവാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ഹോർമോൺ അസന്തുലിതാവസ്ഥയിൽ നമ്മളുടെ പ്രത്യുൽപാദന സംവിധാനത്തിൽ മറ്റൊരു തടസ്സവും സൃഷ്ടിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 ഭീഷണികളുണ്ട്: അധിക ചൂട്, ഓക്സിഡേറ്റീവ് സ്ട്രെസ്, ഹോർമോൺ തടസ്സങ്ങൾ. ഇത് ബീജത്തിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുന്ന ഒരു പ്രതികൂല അന്തരീക്ഷമാണ് ഉണ്ടാക്കുന്നത്. ഇത് ബീജത്തിന്റെ എണ്ണം കുറയുന്നതിനും അതിൻ്റെ മോട്ടിലിറ്റി അല്ലെങ്കിൽ ചലനശേഷി കുറയ്ക്കുന്നതിനും രൂപവൈകല്യമുള്ള ബീജങ്ങൾ അല്ലെങ്കിൽ മോർഫോളജി വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു. ഇതെല്ലാം സ്വാഭാവികമായി ഗർഭം ധരിക്കുന്നതിന് വളരെ പ്രയാസം ഉണ്ടാക്കുന്നു. ഇനി ലക്ഷണങ്ങളും രോഗനിർണയത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. മിക്ക വെരിക്കോസീലുകളും നിശബ്ദമായതിനാൽ നിങ്ങൾക്കിത് ഉണ്ടെന്ന് അറിയാൻ എങ്ങനെ കഴിയുമെന്ന് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. പല പുരുഷന്മാരും ഒന്നും അനുഭവപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന ചില ലക്ഷണങ്ങളുണ്ട്. ഒരു വലിയ വെരിക്കോസീലിൻ്റെ സാധാരണ വിവരണം വൃഷണസഞ്ചിയിൽ വിരകൾ നിറഞ്ഞ ഒരു സഞ്ചി പോലെ അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ ബാഗ് ഓഫ് വേംസ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. വിങ്ങിയതും പിണഞ്ഞു കിടക്കുന്നതുമായിട്ടുള്ള സിരകളുടെ യഥാർത്ഥ അനുഭവം അതാണ്.
ചില പുരുഷന്മാർ ഒരുതരം മങ്ങിയ വേദനയോ ഭാരമോ ഒക്കെ ചിലർക്ക് അനുഭവപ്പെടും. പ്രത്യേകിച്ച് ദീർഘനേരം നിൽക്കുമ്പോഴോ വ്യായാമം ചെയ്യുമ്പോഴോ ദിവസാവസാനത്തിലോ ഒക്കെ ഇത് കൂടാം. കിടക്കുമ്പോൾ സാധാരണയായിട്ട് വെരിക്കോസ് വെയിൻ പോലെ തന്നെ നമുക്ക് ആശ്വാസവും ലഭിക്കും. കാരണം ഇത് ഗ്രാവിറ്റിക്ക് എതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നില്ല. അപ്പോഴാണ് നമുക്ക് കിടക്കുമ്പോഴുള്ള ആശ്വാസം നമുക്ക് കിട്ടുന്നത്. മറ്റു ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഭാരം തോന്നുക, വൃഷണസഞ്ചിക്ക് വീക്കം, അല്ലെങ്കിൽ ഒരു വൃഷണം മറ്റൊന്നതിനേക്കാൾ ചെറുതായിട്ട് നമുക്ക് കാണപ്പെടും എന്നൊക്കെയാണ് വേറുള്ള ലക്ഷണങ്ങൾ. പക്ഷേ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ ഇല്ല എന്നതുകൊണ്ട് നിങ്ങൾ സുരക്ഷിതമാണ് എന്ന് അർത്ഥമാക്കേണ്ട കാര്യവുമില്ല. ഉറപ്പായും അറിയാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മളൊരു ഡോക്ടറെ കാണുക എന്നുള്ളതാണ്. രോഗനിർണയം സാധാരണയായി വളരെ ലളിതമാണെന്നാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. ഒരു യൂറോളജിസ്റ്റ് സാധാരണയായിട്ടുള്ള നമ്മളുടെ ഒരു ശാരീരിക പരിശോധന നടത്തും. മിക്കവാറും നിങ്ങൾ നിൽക്കുമ്പോൾ ഇത് വെരിക്കോസിൽ എളുപ്പത്തിൽ കണ്ടെത്താൻ സഹായിക്കും. പിന്നെ അവർ നിങ്ങളോട് വാൽസാൽവ മാനുവർ ചെയ്യാൻ ആവശ്യപ്പെട്ടേക്കും. അതായത് നിങ്ങൾ ശ്വാസം പിടിച്ച് ഭാരമുള്ള എന്തെങ്കിലും ഉയർത്തുന്നത് പോലെ മുക്കുക. ഇത് മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെറിയ വെരിക്കോസുകൾ പോലും പുറത്തു വരാൻ സഹായിക്കുകയും ചെയ്യും. ഉറപ്പിക്കുന്നതിനായി നമ്മൾ ഇതിൻ്റെ ഫൈനൽ കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇത് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഒരു സ്ക്രോട്ടൽ അൾട്രാസൗണ്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഇത് വേദനയില്ലാത്തൊരു നോർമൽ സ്കാനിങ് പ്രൊസീജിയറാണ്. ഇത് സിരകളുടെ പിക്ചർ എടുക്കും. ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ചാണ് ഈ പിക്ചർ എടുക്കുന്നത്. ഇത് ഡോക്ടർക്ക് സിരകൾ എത്ര വലുതാണെന്നും രക്തം പിന്നോട്ട് ഒഴുകുന്നതായും കൃത്യമായി കാണിച്ച് തരും. ഗൗരവമായി പറയട്ടെ, നിങ്ങൾ എപ്പോഴെങ്കിലും താഴെ ഒരു മുഴയോ സ്ഥിരമായ വേദനയോ അനുഭവപ്പെട്ടാൽ അത് പരിശോധിക്കുക തന്നെ ചെയ്യണം. ഒരുപക്ഷെ ഇത് വെരിക്കോസിൽ മാത്രമല്ലായിരിക്കാം. എന്നാൽ കൂടുതൽ ഗൗരവമുള്ള എന്തെങ്കിലും പ്രശ്നമില്ലെന്ന് ഉറപ്പിക്കാൻ ഒരു വിദഗ്ധ സഹായം ആവശ്യമാണ്. ഇനി ഇതിൻ്റെ അടുത്ത് ചികിത്സയും പ്രതീക്ഷയും. നിങ്ങളുടെ പ്രത്യുത്പാദന ശേഷിയെ ബാധിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. പക്ഷേ ഇവിടെയാണ് നിങ്ങളുടെ കഥ നമുക്ക് നല്ലൊരു വാർത്ത കേൾക്കാൻ പറ്റുന്നത്. പുരുഷവന്ധ്യതയുടെ ഏറ്റവും എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന കാരണമാണ് വെരിക്കോസീൽ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതൊരു ശാരീരിക പ്രശ്നമായതുകൊണ്ട് നമ്മളുടെ പരിഹാരവും ശാരീരികമാണ്. ഇതിന് പ്രധാനമായിട്ട് 2 വഴികളുണ്ട്. രണ്ടും മോശം സിരകളെ തടഞ്ഞ് രക്തം ആരോഗ്യമുള്ള സിരകളിലേക്ക് തിരിച്ചുവിടാൻ രൂപകൽപ്പന ചെയ്ത 2 പ്രൊസീജിയേഴ്സാണ്. ആദ്യത്തേത് ചില വിദഗ്ധന്മാർ ഇതിന് ഗോൾഡൻ സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്ന മൈക്രോ സർജിക്കൽ വെരിക്കോസീലക്ടമി ആണ്. അതൊരു യൂറോളജിസ്റ്റ് ഉയർന്ന ശക്തിയുള്ള ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ഒരു ചെറിയ മുറിവുണ്ടാക്കിയിട്ട് ഓരോ സ്വാഭാവികമായിട്ടുള്ള സിരകളെ സൂക്ഷ്മമായി കെട്ടുന്ന ഒരു ഔട്ട് പേഷ്യൻ്റ് ശസ്ത്രക്രിയയാണ് ഇത്. ഇവിടെ മൈക്രോസ്കോപ്പാണ് പ്രധാന താരം. ഇത് സർജന് അവിശ്വസനീയമാവുന്ന വിധം കൃത്യതയോടെ പ്രവർത്തിക്കാനും വൃഷണത്തിലേക്ക് രക്തം നൽകുന്ന ധമനിയെ പോലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളെ സംരക്ഷിക്കുവാനും സഹായിക്കുന്നു. ഇത് ഉയർന്ന വിജയ നിരക്കുള്ള ഒരു പ്രൊസീജിയറാണ്. രോഗം തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വെരിക്കോസിൽ എംബലൈസേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇതും ഒരു സിമ്പിൾ പ്രൊസീജിയറാണ്. ഒരു ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ഇത് ചെയ്യുന്നു. മുറിവുണ്ടാക്കുന്നതിന് പകരം അവർ നിങ്ങളുടെ ഞരമ്പിലൂടെ ചെറിയൊരു കത്തീറ്റർ കടത്തിയിട്ട് പ്രശ്നമുള്ള സ്ഥലത്തേക്ക് ഒരു ലൈനി, ഒരു ഫ്ലൂയിഡ് ഉപയോഗിച്ച് ഒരു തടസ്സം സൃഷ്ടിക്കുന്നു. രക്തത്തിന് ആ തകർന്ന വഴിയിലൂടെ പോകാൻ കഴിയില്ല. അത് ആരോഗ്യമുള്ള സിരകളിലേക്ക് തിരിച്ചുവിടപ്പെട്ടുന്നു. ഇതിൻ്റെ പോസ്റ്റ് സർജിക്കൽ ടൈം എന്ന് പറയുന്നത് വളരെ വേഗത്തിലായിരിക്കും. ശസ്ത്രക്രിയ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. ഇനി ചികിത്സയ്ക്ക് ശേഷം നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം എന്നാണ്. അപ്പോൾ ഇത് പരിഹരിച്ച ശേഷം എന്ത് സംഭവിക്കും? ഇത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു അത്ഭുതമല്ല. പക്ഷേ ഫലങ്ങൾ ജീവിതം മാറ്റിമറിക്കുന്നതാകാം. ഒരു പുതിയ തലമുറ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഏകദേശം 3 മാസം എടുക്കും. അതിനാൽ അപ്പോഴാണ് ബീജപരിശോധനയിൽ നമുക്ക് മെച്ചപ്പെടലുകൾ കാണാൻ പറ്റുന്നത്. റിസൾട്ടിന് നല്ല പോസിറ്റീവ് റിസൾട്ട് വരണമെങ്കിൽ ഒരു 3 മാസമെങ്കിലും ഏകദേശം എടുക്കും. ഈ പോസിറ്റീവ് റിസൾട്ട് വളരെ വലുതായിരിക്കും. വെരിക്കോസിൽ ശരിയായ ശേഷം ഒരു 60 മുതൽ 70% പുരുഷന്മാരിലും നമ്മളുടെ സ്പേമിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുന്നതായി പഠനങ്ങൾ സ്ഥിരമായി കാണിക്കുന്നു. അതാണ് ഒരു ആവറേജ്. ശരാശരി ബീജങ്ങളുടെ എണ്ണം 1 ml ഏകദേശം 12 ദശലക്ഷം വരെ വർദ്ധിക്കാം. അതിൻ്റെ മോട്ടിലിറ്റി ഒരു 11% വരെയും ഉയരും. എന്നാൽ യഥാർത്ഥ ലക്ഷ്യം ഗർഭധാരണമാണ്. ഇവിടെയാണ് പ്രതീക്ഷ നിലനിൽക്കുന്നത്. വെരിക്കോസിൽ പ്രധാന പ്രശ്നമായ ദമ്പതികളിൽ ചികിത്സ സ്വാഭാവിക ഗർഭധാരണത്തിലുള്ള സാധ്യത 30 മുതൽ 50% വരെ വർദ്ധിക്കും. വെരിക്കോസിലിൻ്റെ കാര്യം വളരെ ശക്തമായ ഒന്നാണ്. ഇത് പ്രത്യക്ഷത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. 5-ൽ ഒരാളെ പോലും വരെ ബാധിക്കുന്ന, നിശബ്ദമായി നമ്മളുടെ ഫെർട്ടിലിറ്റിയെ ബാധിക്കുന്ന, നശിപ്പിക്കുകയും ചെയ്യുന്ന
ഒരു പ്രശ്നമാണ്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് ഒരു പരിഹാരമുള്ള ഒരു പ്രശ്നമാണ്. പുരുഷവന്ധ്യതയുടെ സാധാരണമായും പരിഹരിക്കാൻ പറ്റുന്നതും ഏറ്റവും ലളിതമായി പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ് ഈ വെരിക്കോസ് വെയിൻ.